സൈക്ലിങ്ങിന് ലഭിക്കുന്ന പ്രാധാന്യം പരിഗണിച്ചും സൈക്കിൾ യാത്രക്കാരെ ലക്ഷ്യമിട്ടും സൈക്ലിങ്ങിലേക്ക് യുവാക്കളെ കൂടുതൽ ആകർഷിക്കുന്നതിനും കോഴിക്കോട് കോർപ്പറേഷൻ സൈക്കിൾ ഷെഡ് എന്നൊരു പദ്ധതിക്ക് തുടക്കമിട്ടിരിക്കുന്നു. കോഴിക്കോട് നഗരസഭ വനിതാ ഘടക പദ്ധതിയിൽ വെച്ചുകൊണ്ട് വനിതകൾക്ക് സൈക്കിൾ സവാരിക്കുള്ള കേന്ദ്രങ്ങൾ പണിതുകൊണ്ടിരിക്കുകയാണ്. 75 വാർഡിലും സൈക്കിൾ സവാരി കേന്ദ്രങ്ങൾ ആരംഭിക്കാനാണ് കോർപ്പറേഷൻ്റെ താല്പര്യം. അതിൻ്റെ ഭാഗമായി പൈലറ്റ് പ്രോജക്റ്റ് എന്ന നിലയിലാണ് 10 പ്രൊജക്റ്റ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. 10 വാർഡുകളിലായി. അതിൽ 5 വാർഡുകളിലും സൈക്കിൾ കേന്ദ്രങ്ങൾ ഒരുങ്ങി. 4 വാർഡുകൾ ഉദ്ഘാടനം കഴിഞ്ഞു. ഒരു വാർഡിൽ ഇലക്ഷൻ റിസൾട്ടിന് ശേഷം നിയന്ത്രണം എടുത്തു കളഞ്ഞാൽ ഉദ്ഘാടന പരിപാടി തുടങ്ങും. ബാക്കി 5 സൈക്കിൾ സവാരി കേന്ദ്രങ്ങൾ അടുത്തു തന്നെ അതിൻ്റെ ഷെഡ് നിർമ്മാണവും മറ്റു കാര്യങ്ങളും ചെയ്താൽ നഗരത്തിൽ ആദ്യമായി 10 സൈക്കിൾ സവാരി കേന്ദ്രങ്ങൾ ആരംഭിക്കും. കോഴിക്കോടിനെ കാർബൺ ന്യൂട്രൽ നഗരമാക്കി മാറ്റുകയെന്ന ലക്ഷ്യം കൂടി ഈ പദ്ധതിക്ക് പുറകിലുണ്ട്. സ്ത്രീകൾക്ക് മുൻഗണന നൽകി കുടുംബശ്രീയുടെ പുതിയ സംരംഭം എന്ന നിലയ്ക്ക് തുടങ്ങിയ ഈ പദ്ധതിയുടെ ആദ്യ കേന്ദ്രം 17-ാം വാർഡായ ചെലവൂരിൽ 2024 ഫെബ്രുവരി 12-ന് മേയർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. പദ്ധതി ഇപ്പോൾ 4 സ്ഥലങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നു. കോർപ്പറേഷൻ്റെ വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കപ്പെട്ട ഒരു പദ്ധതിയാണ് വാർഡ് തലങ്ങളിൽ സൈക്കിൾ ഷെഡ് എന്നുള്ളത്. 20ഓളം സൈക്കിളുകൾ വാർഡുകളിലേക്ക്, തിരഞ്ഞെടുക്കപ്പെട്ട ചില വാർഡുകളിലേക്ക് ആദ്യഘട്ടത്തിൽ കൊടുക്കുകയും പിന്നീട് ഇത് കോർപ്പറേഷൻ മൊത്തം വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചുകൊണ്ടുള്ള പദ്ധതിയാണ് സൈക്കിൾ ഷെഡ് പദ്ധതി. കേരളത്തിൽ തന്നെ ലോക നിലവാരത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള കുടുംബശ്രീയുമായി സഹകരിച്ചുകൊണ്ടാണ് കോർപ്പറേഷൻ ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളത്. വലിയ സ്വീകാര്യത ഈ പദ്ധതിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് വ്യായാമം, ആളുകൾ സൈക്കിൾ ഉപയോഗിക്കുന്ന ശീലം കൈവിട്ട് വീണ്ടും അതിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ആഗ്രഹം പലരുടെയും മനസ്സിലുണ്ട്. അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. കുട്ടികളെയും സ്ത്രീകളെയും അതുപോലെ തന്നെ യുവാക്കളെയും എല്ലാം ഇതിലൂടെ സൈക്കിൾ ഉപയോഗിക്കുന്ന ശീലത്തിലേക്ക് കൊണ്ടുവരിക. അതിനൊരു കണക്ടിവിറ്റിയോടുകൂടി ഒരു വാർഡിൽ നിന്ന് സൈക്കിൾ എടുത്താൽ മറ്റൊരു വാർഡിൽ കൊണ്ടുവെക്കാൻ പറ്റുന്ന രൂപത്തിലേക്കാണ് ഭാവിയിൽ ആലോചിക്കുന്നത്. സത്യത്തിൽ ഇത് വളരെ നല്ലൊരു ഇനീഷ്യേറ്റീവാണ് കോർപ്പറേഷൻ്റെത്. എല്ലാ സ്ഥലത്തും ഇത് ടൗൺ ഏരിയകൾ എന്തായാലും വന്നിരുന്നാൽ നമ്മൾ ട്രാഫിക് ഇഷ്യൂസൊക്കെ കുറക്കാം. പിന്നെ അതുപോലെ തന്നെ ടൗണിൽ എത്തിപ്പെടുന്ന ആൾക്കാർക്ക് പിന്നെ മോർണിംഗിലൊക്കെ ഒരു ഫിസിക്കൽ ഒരു എൻഡ്യൂറൻസ് എന്നുള്ള ആൾക്ക് ഇവിടെ വന്നിട്ട് എടുത്തു പോകുന്നതും അതിനും വലിയ ഉപകാരപ്പെടുന്ന ഒരു സംഗതിയാണ്. മണിക്കൂറിന് 20 രൂപ നിരക്കിൽ സൈക്കിളുകൾ വിട്ടു നൽകുമെങ്കിലും മതിയായ ഉപയോക്താക്കളില്ലാത്തത് പദ്ധതിയുടെ വിജയത്തിനെ ബാധിക്കുന്നു. സൈക്കിൾ ഷെഡ് എന്ന പദ്ധതി വികസിപ്പിക്കുന്നതോടൊപ്പം തീർച്ചയായും നടപ്പിലാക്കേണ്ടിയിരുന്ന മറ്റൊരു പദ്ധതിയാണ് റോഡുകളിൽ സൈക്കിൾ പാത എന്നത്. ഇത്തരം ഷെഡുകൾ നിലനിൽക്കുമ്പോഴും മറ്റു വാഹനങ്ങൾ നിരത്തിലിറങ്ങുന്നതുപോലെ സൈക്കിളിന് റോഡുകളിൽ സുഗമമായ യാത്ര സാധ്യമല്ലാതാകുന്നു. പക്ഷേ ഇതിന് എത്രത്തോളം പബ്ലിസിറ്റിയോ അല്ലെങ്കിൽ കിട്ടിയിട്ടുണ്ടോ എന്നുള്ള എനിക്കറിയില്ല. കാരണം അതുകൊണ്ടാണ് ഞാൻ അത് ഒബ്സർവ് ചെയ്തത്. ഇതിങ്ങനെ സൈക്കിളിലൊക്കെ പൊടി പിടിച്ച് കിടക്കാൻ ഇതിൻ്റെ റോഡിൻ്റെ പ്രശ്നം കൊണ്ടും ആവാം. വിദേശ രാജ്യങ്ങളിലൊക്കെ സൈക്കിൾ ട്രാക്ക് എല്ലാ റോഡുകളിലും ഉണ്ടാവും. നിർഭാഗ്യവശാൽ നമ്മുടെ റോഡുകളിൽ സൈക്കിൾ ട്രാക്ക് കുറവാണ്. ഇനി വരുന്ന പുതിയ റോഡുകളിലൊക്കെ സൈക്കിൾ ട്രാക്ക് സംവിധാനം ഉണ്ടാക്കാൻ സർക്കാർ തന്നെ മുൻകൈയെടുക്കുന്നു. അധികാരികൾ ഓരോ തവണയും സൈക്കിൾ ഷെഡ് പദ്ധതി ജനപ്രിയമാണെന്ന് പറയുമ്പോഴും ഇത് എത്രത്തോളം പേരിലേക്ക് എത്തുന്നു എന്നത് വലിയ ചോദ്യമാണ്. സൈക്കിൾ ഷെഡ് പദ്ധതിക്ക് അനുയോജ്യമായ യാത്രാ സംവിധാനം നഗരത്തിൽ പലയിടത്തും ഇല്ലാത്തതാണ് ഇപ്പോഴത്തെ വലിയ പ്രതിസന്ധികളിൽ ഒന്ന്. റോഡ്
നഗരനവീകരണവും ബൈപ്പാസ് നിർമ്മാണവും നഗരവികസനവും മറ്റും ഏറ്റെടുക്കുമ്പോൾ സൈക്കിൾ യാത്രികർക്കു കൂടി സൗകര്യമുള്ള സഞ്ചാരപാതകൾ അനിവാര്യമാണ്. അവയില്ലാത്തിടത്തോളം കാലം ഇത്തരം പദ്ധതികൾ അവയുടെ സ്വപ്നത്തിൽ തന്നെ ഒടുങ്ങിപ്പോകും.